എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് മാത്യൂസ് എന്നാണ്. ഞാനും ഒരു 5-8 വർഷമായിട്ട് തിയേറ്ററിൽ, ഇവരൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. ഇപ്പോൾ രാജേട്ടനൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ എബ്രഹാം ഓസ്ലറാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ, അതുപോലെ ശ്രീരാജേട്ടൻ്റെ ഡയറക്ഷൻ, പിന്നെ ഇത്രയും വലിയൊരു കാസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റാൻ തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഓസ്ലറിൽ സൈജു ചേട്ടൻ്റെ ചെറുപ്പകാലമാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്, പൂമാനമേ സോങ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് കഴിഞ്ഞ മൂവി അപേക്ഷിച്ച് ഇത് ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്ന അതിൻ്റെ ഫൈറ്റ് ട്രെയിനിങ്ങും ശിവസാറിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ പുള്ളിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ മിസ്റ്റേക്ക് കാരണം വെച്ചാൽ ഡമ്മി വടിയൊക്കെ ഞങ്ങൾ അടിച്ചു പഠിച്ചതൊക്കെ ശിവസാറിൻ്റെ മേത്തായിരുന്നു. അപ്പോൾ പക്ഷേ അത്രയ്ക്കും കോപ്പറേറ്റീവ് ആയിരുന്നു ചേട്ടൻ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് അത്തരത്തിലൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. വെറുതെ ആവശ്യമില്ലാണ്ട് ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് ഭയങ്കര പ്രശ്നം. സാറില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ചെയ്തിരിക്കണതും വർത്താനം പറയണതും ക്ഷമിക്കണം. എൻ്റെ പേര് രാംകുമാർ എന്നാണ്. ഞാൻ ഈ അവനെ നന്നായിരുന്നു പ്രതാപം പറയണത്. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുപാട് കാലമായിട്ട് ഒരുമിച്ച് നാടകം ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം, നോക്കണ്ട. അപ്പോൾ ഈ സിനിമയിൽ CI എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ എന്താ സംഭവം എന്നുള്ളത്. കുറേ കാലമായിട്ട് നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. അങ്ങനെ ശ്രീരാജ് ചെയ്ത ആ തൂമ്പ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റി. അങ്ങനെ അത് പ്രതാപൻ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു വരണേ. അതെ, പ്രതാപൻ കാസ്റ്റിംഗ് ഡയറക്ടറാണ്, അത് പറയണം, അതാണ് ആളുടെ കാര്യം. അപ്പോൾ അവൻ കാസ്റ്റ് ചെയ്ത കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ നന്നാവണത് അവൻ കാരണമാണെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്നും അല്ല കാര്യം, പോട്ടെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. തൂമ്പ കഴിഞ്ഞു വന്നിട്ട് ശ്രീരാജ് സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞു വിളിച്ചു വന്നു. അപ്പോൾ ശ്രീരാജനോട് പറഞ്ഞൊരു കാര്യം, തൂമ്പയിലെ തപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലീസുകാരനായി എങ്ങനെയുണ്ടാവും, അത് മതി എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പിന്നെ ചാടി ഇടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെയും ഒരു കാര്യം പറഞ്ഞു. ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു സമയത്ത് ബേസിലായിട്ടുള്ള കോമ്പിനേഷൻ്റെ സമയത്ത് പറഞ്ഞു, നീ പൊട്ടെന്നൊക്കെ വിളിച്ചോളാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴാണ് ഒരു ക്യാരക്ടറിൻ്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നതും ചെയ്യാൻ പറ്റണതൊക്കെ. ഞാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. ഒരു പക്ഷേ ബേസിലിൻ്റെ പോലൊരു നടനായ കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയതും വേറൊരു ചിലപ്പോൾ സംഭവിക്കുന്നില്ല. ചീത്ത പറയും പോട്ടാന്ന് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടുപോയില്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. സിനിമ നന്നായി വന്നു എന്നാണ് പ്രതീക്ഷിക്കണേ. എല്ലാവരും സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. നന്ദി, സന്തോഷം.